ഇതിനേക്കാൾ തെളിവുകൾ ഉണ്ട്. ന്യൂഡിറ്റി ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ അതൊന്നും ആർക്കും ഷെയർ ചെയ്തു. ആദ്യം ഈ കുറെ ഉമ്മ കൊടുക്കുന്നു, ഉമ്മ. പിന്നെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ എന്ന് ചോദിക്കാണ് ഈ UK മല്ലു. കാലിന്റെ വീഡിയോസ് ഇത് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പൊ രേണുസുതി ഒരു ഹാർട്ട് വിട്ടു. എടോ, ഡയറക്റ്റ് മീറ്റിന് എത്രയാവും എന്ന് പറഞ്ഞില്ല. ഡയറക്റ്റ് മീറ്റ് ചെയ്യാനൊക്കെ പൈസ വേണമെന്ന് നിങ്ങളിൽ പലർക്കും. JK റിവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മുടെ കോണ്ടന്റ് രേണുസുതിയാണ്. അപ്പോൾ രേണുസുതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു യൂണിവേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷെഫീന ബീവി, രേണുസുതി, കരിഷ്മ, അങ്ങനെ ഒരുപാട് അംഗങ്ങൾ ഇതിനകത്ത് ഇൻവോൾവായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പം തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. എനിക്ക് സത്യത്തിൽ ഈ ഒരു വള്ളി പിടിക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷേ രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നമ്മൾ ഒരു വീഡിയോ ഇട്ടാലും വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂവേഴ്സ് വളരെയധികം ആവശ്യമുള്ളതുകൊണ്ടും സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം ആവശ്യമുള്ളതുകൊണ്ടും ഞാൻ ഈ കോണ്ടന്റ് എടുക്കുകയാണ്. അപ്പം രേണുസുതി ഇൻസ്റ്റഗ്രാമിനെ വ്യഭിചാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ. അപ്പം നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. ഷെഫീന ബീവി ഇപ്പോൾ ഒരു ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അത് ഇന്നലെ മുതൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുമുണ്ട്. ആ ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UK മലയാളി, അയാൾ രേണുസുധീൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാനലിലുള്ള ഒരു കസ്റ്റമറാണ്. അപ്പോൾ അയാൾ രേണുസുധിയെ നാട്ടിൽ വരുമ്പോൾ കാണാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിന് പറയുന്നത്, രേണുസുധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറുമായിട്ട് സംസാരിക്കാനാണ്. പിന്നെ രേണുസുധീൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത് രേണുസുധീൻ്റെ തൊട, കാല്. ഈ രണ്ടും ആള് ഈ UK മലയാളി എന്ന് പറഞ്ഞ ആള് മാറി മാറി ഉമ്മയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇമോജിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ചാറ്റ് ഒന്ന് കാണാം. ഇതാണ് ആ ചാറ്റ്. അതായത് രേഷ്മ എന്നാണ് പേര്. അതിപ്പോൾ രേണുസുതി രേഷ്മ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, രേണുസുതി എന്നുള്ളതൊക്കെ പേരൊക്കെ മാറ്റിയിരുന്നു. ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രിപ്ഷനിലുള്ള ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡെമോ ഇട്ടിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഡെമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി ഇട്ടിട്ടുള്ള സ്റ്റോറിക്ക് ഉമ്മ കൊടുക്കുന്ന ഇമോജിയാണ് ഇട്ടിട്ടുള്ളത്. അല്ല, നമുക്കൊന്നും കാണാൻ പറ്റുന്ന സ്റ്റോറി അല്ല. സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രം, ആ ഒരു കസ്റ്റമേഴ്സിന് മാത്രമേ ആ ഒരു സ്റ്റോറി കാണാൻ പറ്റും. ആദ്യം ഈ കുറേ ഉമ്മ കൊടുക്കുന്നു, ഉമ്മ. പിന്നെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് ഈ UK മല്ലു. അപ്പോൾ അവർ എന്നിട്ട് വീണ്ടും അതിൻ്റെ ഒപ്പം മൂന്ന് ഉമ്മ കൂടി. അപ്പോൾ രേണുസുതി ആക്കാം, അതിനിപ്പോൾ എന്താന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആൾ പറയുന്നത് ഐ ആം ഇൻ UK നൗ. പിന്നെ ഹൗ മച്ച് യു വിൽ സജസ്റ്റ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിയിൽ രേണുസുധീൻ്റെ കാല്, അത് രേണുസുധി ഇട്ടിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഈ കാലിൻ്റെ പിന്നിൽ വേറൊരു കഥയും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ കാലെടുത്തിട്ട് ആ കാലുമ്മ വീണ്ടും രണ്ടുമ്മ. അപ്പോൾ രേണുസുധി ഒരു ഹാർട്ട് വിട്ടു. എടോ, ഡയറക്റ്റ് മീറ്റിന് എത്രയാവും എന്ന് പറഞ്ഞില്ല. ഡയറക്റ്റ് മീറ്റ് ചെയ്യാനൊക്കെ പൈസ വേണമെന്ന് നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാവും. ഇത് ആ ഒരു മീറ്റല്ല സുഹൃത്തുക്കളെ. ഈ ഒരു മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പല അർത്ഥങ്ങളുണ്ട്. മീൻസ് അതാണ് നമുക്ക് കത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ ആരാ? കരിഷ്മ കപൂറ, സോനാലി, അങ്ങനെ ആരാണ്ടൊക്കെയാണ്. അപ്പോൾ എന്നിട്ട് വീണ്ടും ആ ചേട്ടൻ ഈ സ്റ്റോറി, കാലിൻ്റെ സ്റ്റോറി എടുത്തിട്ട് വീണ്ടും എന്തോ ഇമോജിയും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഓക്കെ, രേണുസുധിക്ക് ഒരു പെർഫ്യൂം വാങ്ങിക്കൊടുത്ത നക്ഷത്ര, അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അവിടെ നിന്നാണ് രേണുസുധി സോഷ്യൽ മീഡിയയിലേക്ക് കയറുന്നതും പിന്നീട് വൈറലാവുന്നതും കാര്യങ്ങളൊക്കെ. ഇവർക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊരു കടിമൂത്ത ഒരുത്തൻ ഇങ്ങനെയുള്ള മെസ്സേജ് അയക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്നതിന് പകരം അതിന് യെസ് വെച്ചുകൊണ്ടുള്ള റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? ചേച്ചി സബ്സ്ക്രിപ്ഷൻ ചാനൽ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ ചാനലിലൂടെ ഈ
ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ സബ്സ്ക്രിപ്ഷൻ ചാനൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം അത്യാവശ്യം ആൽബംസ് ഉണ്ട്, പിന്നെ ദുബായിലേക്ക് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്യാവശ്യം പൈസ ലഭിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും പോരാതെ എന്തിൻ്റെ ചുരുക്കാണ് ഇപ്പം ഈ വക പരിപാടിക്ക് നടക്കേണ്ടതെന്നാണ് മനസ്സിലാവാത്തത്. കാശിനോടുള്ള ആർത്തി മാത്രമല്ല എന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ ഇമ്മാതിരി ഈ തെണ്ടിത്തരത്തിന് യൂസ് ചെയ്യുന്ന ഇവറ്റങ്ങളെ പോലെയുള്ളവരൊക്കെ അടിച്ച് പുറത്താക്കി ചാണവെള്ളം തെളിക്കാണ്ട് ഇൻസ്റ്റഗ്രാം രക്ഷപ്പെടില്ല. രേണുസുതിക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കാനും രേണുസുതിയെ കാണാനും രേണുസുതിയെ ഒന്ന് തൊടാനും രേണുസുതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്ന കുറേ ഞരമ്പന്മാരെ അവന്മാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് ഇപ്പോൾ ഇവള് തുടങ്ങിയത് ഈ നക്ഷത്രയുടെ സംഭവത്തിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഹനാൻ കുറച്ച് നാൾ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കൊല്ലം സുധി മരിച്ചതിന് ശേഷം കൊല്ലം സുധിയുടെ സെൻറ്റിമെൻ്റൽ അതൊരു കച്ചവടമാക്കി പലരിൽ നിന്നും പല രീതിയിൽ ഓസിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കെട്ടി വീടുൾപ്പെടെ പലരിൽ നിന്നും പല പല സാധനങ്ങൾ കൈപ്പറ്റിയ ശേഷം സെൻറ്റിമെൻസിൽ നിന്നും നേരെ ട്രാക്ക് മാറ്റി വേറെ റൂട്ടിലോട്ട് വണ്ടി ഓടിക്കുന്ന രേണുസുധിയെ മുമ്പ് ബിഗ് ബോസിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സപ്പോർട്ട് ചെയ്തതല്ലേ ഇപ്പോൾ വളരെയധികം ദേഷ്യം തോന്നുക എന്നോട് തന്നെ. എല്ലാവർക്കും രേണുസുധിയുടെ കാല് മതി, എന്താ ചെയ്യാറ്? ഒരു രേണുസുധി ഉണ്ട്, 2 കാലുകളുണ്ട്. കാലെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് തൊടയാണ്. നമുക്ക് കാല് ഇഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് രേണുസുധിയോട് തന്നെ ചോദിക്കാം. രേണുസുധി പറയും അതിനുള്ള മറുപടി. രേണുസുധിക്ക് ഇഷ്ടമുണ്ടായിട്ടിടുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ആരാധകരുടെ നിർബന്ധം മൂലമാണ് ഈ ഒരു സംഭവം രേണുസുധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് കേൾക്കാം. വീഡിയോസ് ഇത് ചേച്ചി തന്നെയാണ് എൻ്റെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കണ്ടില്ലേ? അപ്പോൾ ഇട്ടതായോ ചേച്ചി ഇട്ടതായോ എന്ത് ഞരമ്പന്മാരാണ് ഇവർ എന്നാണ് മനസ്സിലാക്കാത്തത്. രേണുസുധീൻ്റെ കാല് ഇട്ടിട്ട് ഇവന്മാർക്ക് എന്താ കാര്യം? ഇത്ര അധികം ഡിമാൻഡ് ഉണ്ടാവാൻ മാത്രം രേണുസുധീൻ്റെ കാലിന് എന്തത്ര പ്രത്യേകത? ഐ ഡോണ്ട് നോ. ഇനി നമുക്ക് രേണുസുധിയുടെ ഈ ചാറ്റുകളൊക്കെ പുറത്ത് വിട്ടത് നമ്മളെ ഷെഫീന ബീവിയാണ്. അപ്പോൾ ഷെഫീന ബീവിക്ക് ഈ ചാറ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമുക്കിത് ഇങ്ങനെയും വിചാരിക്കാം, അതായത് ഈ ചാറ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ID വെച്ചിട്ടൊരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതും കൂടി ഒന്ന് കേൾക്കാം. ഇതിവിടെ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ പലരും ചോദിച്ച കാര്യമാണ്, എന്താണ് നിങ്ങളുടെ എന്ത് തെളിവാണ് ഉള്ളത്? ഇതിനേക്കാൾ തെളിവുകൾ ഉണ്ട്, അതൊന്നും എനിക്ക് പബ്ലിഷ് ചെയ്യാവുന്നതിൽ ചാനലിന് പ്രോബ്ലം വരും. കാരണം അറിയാലോ, ന്യൂഡിറ്റി ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ അതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂല. എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും. അത് ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സച്ച് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വരണമെങ്കിൽ പോലീസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനേക്കാട്ടും വലിയ കുറേ സംഭവങ്ങൾ ഒരാളുടെ കയ്യിലുണ്ട്, അത് ക്ലൗഡിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂഡിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ന്യൂഡിറ്റി എന്തായാലും പബ്ലിഷ് ചെയ്യാൻ പറ്റൂല. എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക്? ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വലിയ യൂണിവേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് രേണുസുധീൻ്റെ. വിപിൻ ലാൽ വന്നുപോയി, ഷെഫീന ബീവി, രേണുസുധി, കരിഷ്മ കപൂർ, പ്രീതി സിൻഡ ഇല്ല, കരിഷ്മ, എന്തൊക്കെ ബജാജ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ മറ്റേ പടത്തിൽ പറയുന്ന പോലെ ഇന്നാവുന്നതേ കുഴപ്പമുള്ളൂ, ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ല എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഇന്നാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, മൊത്തത്തിൽ ഈ ഒരു വർത്തമാനങ്ങൾ മാത്രമേ ഇതിനകത്ത് നിന്ന് കിട്ടൂ. ഇപ്പോൾ 2 ദിവസം മുമ്പ് മറ്റേ സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഈ യൂണിവേഴ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും എടുക്കുകയാണ്. സ്വർണ്ണക്കടത്ത്, പെൺവാണിഭം, പിന്നെ മറ്റേത് മറിച്ചത്, എല്ലാ വക സാമാനങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, സുധി ഉള്ളപ്പോഴും ഇവൾക്ക് പല ആണുങ്ങളുമായിട്ട് സംഭവങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഹനാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് എടുത്തില്ല. ഹനാനൊരു ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് ഷോയൊക്കെ ഇറക്കിയതിന് ശേഷം ഹനാന് നല്ല ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഹനാൻ അന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വിശ്വസിച്ച് പോവുകയാണ്.
ബിഗ് ബോസിൽ പോകുന്നത് വരെ ഈ വൈറലാവാൻ വേണ്ടിയിട്ട് ഈ ദാസേട്ടൻ്റെ കൂടെയും അതുപോലെ അലിൻ ജോസ് പെരേര ആറാട്ടൻ ആ ഒരു യൂണിവേഴ്സലിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന രേണുസുതി ബിഗ് ബോസിൽ പോയി തിരിച്ചിറങ്ങിയതിന് ശേഷം രേണുസുതി അടിപൊളിയായി എന്നാണ് നമ്മൾ വിചാരിച്ചത്. കുറച്ച് സ്റ്റാൻഡേർഡ് വന്നു, നല്ല നൈസായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ആ നൈസായിട്ട് കാര്യങ്ങൾ നീക്കിയത് ഈ ഒരു കാര്യത്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഇമ്മാതിരിയുള്ള പരിപാടികൾ. അപ്പം നമുക്ക് ഇനി ഹനാൻ പറഞ്ഞ ആ വാക്കുകളൊന്ന് കേൾക്കാം. അത് ഹനാൻ്റെ ഈ ഓഡിയോ പറയുന്നതിന് മുമ്പായിട്ട് ഹനാനെ പരിചയമില്ലാത്തവർക്കായിട്ട് പറയണം. പണ്ട് മീൻ കച്ചവടമൊക്കെ ചെയ്തിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവൾ. പിന്നെ ബിഗ് ബോസിലേക്ക് പോവുകയും പിന്നെ 25-ആം ദിവസം എന്തോ ബിഗ് ബോസിലേക്ക് കയറുകയും അതേപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇറങ്ങി പോവുകയും ചെയ്തിട്ടുള്ള ക്വിറ്റടിച്ച് പോയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം നമുക്ക് ആളുടെ വോയിസ് ഒന്ന് കേൾക്കാം. മറ്റേ എന്താ പറയാ, ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില്. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചപ്പോഴും? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴും ഈ സുജയുടെ അറിയാണ്ട് വിളിച്ച് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംസാരിച്ചപ്പോ തന്നെ ഇതുകൊണ്ട് വായിന്ന് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി നടക്കില്ല, ഒന്ന് ഇട്ട് നോക്കില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സുചേട്ടുള്ളപ്പോഴും എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ സുധിച്ചേട്ടനുള്ള കാലത്തും ഇവർക്ക് ഇമാതിരിയുള്ള ബന്ധങ്ങൾ, വേറെ ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് പുറത്തുനിന്ന് ആരും പറഞ്ഞതല്ല, രേണുസുതി നേരിട്ട് പറഞ്ഞതെന്നാണ് ഇപ്പൊ ഹനാൻ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് പൈസയ്ക്കുള്ള അമിതമായ ആർത്തി കൊണ്ടാണോ, എന്തുകൊണ്ടാണ്, അതോ കഴപ്പുകൊണ്ടാണോ, എന്തുകൊണ്ടാണെന്നറിയില്ല ഇമ്മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പം പൈസയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ ഒരാൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പം ദുബായിൽ ഇടയ്ക്ക് പോയിട്ട് വരുമ്പോഴും അത്യാവശ്യം പൈസയുണ്ട്. ഇപ്പം ദുബായിലേക്ക് എന്തിനാണ് പോണേന്നുള്ളതും ഷെഫീന ബീവി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഓഡിയോ പങ്കുവെച്ചത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്തും ഈ മറ്റുള്ള പരിപാടികൾക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇവർക്ക് ഒരു മാസം എന്ത് ചെലവുണ്ട് എന്നുള്ളത് രേണുസുതി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടോക്കാം. 5 രൂപ പോലില്ല, 3500 4000 കണ്ടുള്ളായിരുന്നു ആ വീടിന് വാടക. ഇപ്പൊ രേണു എത്ര രൂപ, അല്ലെങ്കിൽ ഇപ്പൊ രേണുവിന്റെ കുടുംബം മൊത്തത്തിൽ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു മാസം എത്ര രൂപ ചെലവുണ്ട്? എനിക്ക് എന്നോട് സത്യം പറഞ്ഞില്ല, ഇപ്പോഴും ഹരിക്കാനും കുണിക്കാനും അറിയത്തില്ല. എനിക്ക് ഉള്ള കാര്യം കണക്ക് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എനിക്ക് അറിയില്ലടാ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനല്ല വീട്ടു കാര്യങ്ങൾ നോക്കുന്ന ഞാനല്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പൈസ കൊടുക്കും. ഭൂലോക ഉഡായിപ്പാണെന്ന് മനസ്സിലായില്ലേ? അവർക്ക് പൈസ വെളിപ്പെടുത്താൻ താല്പര്യമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ എത്രയാണെന്നൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പം ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ടാണ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞാലും ഈ ദാനമായി കൊടുത്തവരൊക്കെ മണ്ടന്മാരായില്ലേ? ഞാനതാണ് ചിന്തിക്കുന്നത്. ഈ ഒരു പരിപാടിയാണ് ആൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് പബ്ലിക്കിനെ ഇവരിലേക്ക് ആകർഷിച്ചപ്പോൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, സഹതാപതരംഗമായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ സഹായിച്ചവരൊക്കെ കട്ടുപൊട്ടന്മാരായില്ല ഇപ്പോൾ. ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് തന്നെ ആദ്യമേ നോക്കിയിരുന്നെങ്കിൽ ഈ സഹായിച്ചവന്മാരെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. കുറച്ച് നാൾ മുമ്പ് കുണുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബത്തിൽ രേണുസുതി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുസുതിയും ദാസേട്ടനായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ദാസേട്ടൻ അറിയാലോ, കോഴിക്കോട് ദാസേട്ടൻ. അപ്പോൾ ദാസേട്ടനും രേണു ചേച്ചിയും കൂടിയിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. അതിനുശേഷം അത് ഡയറക്റ്റ് ചെയ്തത് വിപിൻ ലാൽ എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ്. അപ്പോൾ അതിനുശേഷം വിപിൻ ലാൽ വീണ്ടും ചെയ്ത ആൽബത്തിലേക്ക് രേണുസുധീനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ഷണിച്ചതിന് പുറമെ രേണുസുധിക്ക് വേണ്ട കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു, അതൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ആ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഇവൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇവള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അഹങ്കാരമാണ് അന്ന് പറഞ്ഞത്. ഡ്രസ്സ് എനിക്ക് ഇതുവഴി പോസ്റ്റ് വഴി അയച്ചു തരണം കൊറിയറായിട്ട്, ഞാനത് ഇട്ട് നോക്കും, എനിക്ക് പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ റിജക്റ്റ് ചെയ്യും, അപ്പോൾ വേറെ നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പം ഇമാതിരി പണിയൊക്കെ വല്ലവരും ചെയ്യൂ. ഒരു ആൽബം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന ആൾക്കാർ
ഈ കോസ്റ്റ്യൂംസൊക്കെ ഇങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക, അത് ഇട്ട് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ തിരിച്ചയക്കുക. അപ്പോൾ ആള് അതിന് ഓക്കെ പറഞ്ഞിരുന്നു ആ ഡയറക്ടർ. പിന്നീട് ഇവള് റാസൽ കൈമയിലേക്ക് പോയി. അപ്പോൾ ദുബായ് ഗൾഫിൽ പോയി. അപ്പോൾ പോയിട്ട് അവിടെ പോയപ്പോൾ ഇങ്ങേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ മൂപ്പരാൾ പറഞ്ഞത് എനിക്കത് കിട്ടിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഷൂട്ടിൻ്റെ അന്ന് മൂപ്പരാൾ വന്നപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് പറ്റില്ല, പിന്നെ ഈ സീക്വൻസ്, അതായത് ഇപ്പോൾ ഇവളനെ എടുത്ത് പൊക്കി എടുക്കുന്ന സീൻ അവളനെ ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനെ എടുക്കാം, എന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു സീൻ അപ്പോൾ കട്ട് ചെയ്തു. അപ്പോൾ അത് അഭിനയിക്കാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ ലിപ് ലോക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഇവളുടെ പൊക്കിളിൽ മുന്തിരി വെച്ചിട്ട് കടിച്ചെടുക്കുന്ന സീനുണ്ട്. അപ്പോൾ ആ സീൻ പറഞ്ഞു. അപ്പോൾ ആ സീനും ഇവളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ ഷെഫീന ബീവി തന്നെയാണ്. ഇവള് മദ്യപിച്ച് സെറ്റിൽ കിടന്ന് ഓളിടുന്ന ബഹളങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റ് ലീക്കായി പുറത്തോട്ട് വന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇവള് എക്സ്പ്ലനേഷനും കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കിഷ്ടമല്ലാത്ത സീനുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരിക്കലും അത് കംഫർട്ടായിട്ട് തോന്നിയില്ല. ആ ഡ്രസ്സ് എനിക്ക് മുന്തിരി കടിച്ചെടുക്കുന്ന സീൻ അതെനിക്ക് പറ്റില്ല, ലിപ് ലോക്ക് പറ്റില്ല. ഇവളാരാണ് ഇവള്? അപ്പോൾ ഇമാതിരി പരിപാടികൾക്ക് നടക്കാൻ ഇവൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് നടക്കുന്ന ഒരാൾക്കാണോ ഈ മുന്തിരി കടിച്ചെടുക്കുന്ന സീനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീനായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ചേച്ചിയുടെ ലിപ് ലോക്കും മുന്തിരി കടിക്കുന്ന സീനൊക്കെ കാണാൻ കാത്തിരുന്ന കുറേ ഞരമ്പന്മാരും കുറേ ആരാധകരുണ്ട്. അവർക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ചേച്ചി അന്ന് കൊടുത്തത്. പക്ഷേ ചേച്ചി സബ്സ്ക്രിപ്ഷനിലൂടെ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു സാധനങ്ങളൊക്കെ കളഞ്ഞത്. അപ്പോൾ ആ ഒരു സാധനം കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പൈസ തന്നെയായിരിക്കും. പൈസയുടെ ഇഷ്യൂ. ഇപ്പോൾ പൈസ കുറവ് കൊടുത്തത് കൊണ്ടായിരിക്കാം ചേച്ചി അങ്ങനെയുള്ള ഒരു തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ പിന്നെ സബ്സ്ക്രിപ്ഷനിൽ സ്വന്തമായിട്ടുള്ള ചാനലിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇടൂ എന്ന് ചേച്ചി ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം, അറിയില്ല. ദാസേട്ടനുമായിട്ടുള്ള ലിപ് ലോക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിൽ ആ ഡയറക്ടർ വിപിൻ ലാൽ തന്നെയായിരുന്നു നായകനായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലൂടെ നടക്കുന്ന കാര്യങ്ങൾ അത് വളർത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളും ഒക്കെ വളർന്നു വരുന്നത് ഈ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ ഈ ഇൻസ്റ്റഗ്രാം വഴി ഇമാതിരിയുള്ള ചെറ്റത്തരങ്ങൾക്കും തെണ്ടിത്തരങ്ങൾക്കും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.